ഹലോ എവ്രി വൺ, വെൽക്കം ടു GS B.Ed ക്ലാസ്സസ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പെഡഗോജി എന്ന പേപ്പറിലെ യൂണിറ്റ് 4 വരുന്ന കുറച്ച് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടുകളാണ് കേട്ടോ. അപ്പൊ യൂണിറ്റ് 4 ഏതായിരുന്നു? മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അല്ലേ? അപ്പൊ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫെമിലിയർ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സുകൾ കൂടെ പരിചയപ്പെടാനുണ്ടായിരിക്കും. എങ്ങനെയാ ഈ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ വരിക? ഫോർ എക്സാമ്പിൾ ആയിട്ടേ നമ്മൾ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ ലാബൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അതായത് അവരുടെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ എന്ത് വേണം, ലാബ് വേണം. അപ്പൊ അവർക്ക് ലബോറട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് ടീച്ചിങ്ങിൽ. ഓക്കെ, അപ്പൊ ലബോറട്ടറി മെത്തേഡ് അവർക്ക് ഫെമിലിയർ ആയിരിക്കണം. ബട്ട് ഇംഗ്ലീഷ് എന്നുള്ള ഒരു സബ്ജക്ട് പെഡഗോജി ആയിട്ടുള്ള കുട്ടികൾക്ക് ലബോറട്ടറി മെത്തേഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അവർക്ക് അതിന് പകരമായിട്ട് തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിസ്കഷൻ മെത്തേഡ്, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, അങ്ങനെയുള്ള കുറച്ചധികം മെത്തേഡുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ്സുകളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാർട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, മേ ബി നിങ്ങളുടെ സിലബസിൽ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ അത് അറിഞ്ഞിരിക്കുന്നത് ബെറ്റർ ആണ്. ഓക്കെ, ആസ് എ ടീച്ചർ നിങ്ങൾ എല്ലാ മെത്തേഡുകളുമായിട്ട് ഫെമിലിയർ ആവുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്ട് സ്പെസിഫിക് എന്നുള്ള രീതിയിൽ നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ മെത്തേഡുകളും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റുകളും ഒരൊറ്റ സെഷനിലാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിസിക്കൽ സയൻസിൽ വരുന്ന കുറച്ച് എക്സ്ട്രാ മെത്തേഡ്സുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഫിസിക്കൽ സയൻസിൽ ലേണർ സെന്റേർഡ് മെത്തേഡുകളിൽ ഇൻവെസ്റ്റിഗേറ്ററി അപ്രോച്ച്, കൊളാബറേറ്റീവ് ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നിങ്ങനെയുള്ള 3 മെത്തേഡ്സുകൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓരോന്നും എന്താണെന്ന് നോക്കാം അല്ലെ. ലേണർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേണേഴ്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ് അല്ലെ. സ്റ്റുഡൻസ് തന്നെ എന്ത് ചെയ്യാണ്, അവരുടെ താല്പര്യത്തിനനുസരിച്ച് പഠിക്കുകയാണ് അല്ലെ. ലേണേഴ്സിനാണ് അവിടെ, സ്റ്റുഡൻസിനാണ് അവിടെ ഇമ്പോർട്ടന്റ് ഉള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്ററി അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. എന്താ ഇൻവെസ്റ്റിഗേറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററി അപ്രോച്ചിൽ കുട്ടികൾ എന്താണ്, ഒരു സയന്റിസ്റ്റിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അവർ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുക അല്ലെങ്കിൽ അത് കാണാതെ പഠിക്കുക എന്നുള്ളതിനെക്കാട്ടിലും അവര് തന്നെ എന്തെങ്കിലും ഒരു ഫാക്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിക്കോട്ടെ, അത് അവര് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് തന്നെ സ്വന്തമായിട്ട് പ്രോബ്ലംസുകൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും പരിശോധിക്കുകയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളൊക്കെ കണ്ടെത്തുകയും അതിനെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പഠന രീതി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്ററി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുട്ടികൾ തന്നെ എല്ലാം കണ്ടെത്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു ലേണർ സെന്റേർഡ് മെത്തേഡാണ് അല്ലെ. ഓക്കെ, എന്താ ഇത് മെയിൻലി വരുന്നത്, ഇതിൽ സ്റ്റുഡൻറ് സെന്റേർഡ് മെത്തേഡാണ്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇൻക്വയറി ബേസ്ഡ് ലേണിങ്ങിനെയാണ് അല്ലെ. ഇതൊരു ആക്റ്റീവ് ലേണിംഗ് മെത്തേഡാണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാ, കുട്ടികൾ പാസീവായിട്ട് ടീച്ചർ പറയുന്ന ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കുകയല്ല ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നുണ്ട്, മെമ്മറൈസ് ചെയ്യുന്നതിന് പകരമായിട്ട് അവര് ആക്റ്റീവായിട്ട് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ സയന്റിഫിക് മെത്തേഡാണെന്നും നമുക്ക് പറയാം അല്ലെ. കാരണം എന്താ, കുട്ടികൾ അവർക്കുള്ള ഡൗട്ട്സുകളുടെ ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ ട്രൂത്ത്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എക്സ്പെരിമെന്റ്സിലൂടെയൊക്കെ അതിന്റെ എത്രത്തോളം അത് പോസിബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം അത് സത്യമാണ് എന്നുള്ള കാര്യങ്ങൾ അവർ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സയന്റിഫിക് മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, കൂടാതെ ഇതിൽ തിങ്കിങ് സ്കിൽസും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇറ്റ് ടീച്ചേഴ്സ് ഹൗ ടു തിങ്ക്, നോട്ട് ജസ്റ്റ് വാട്ട് ടു തിങ്ക്. സോ സ്റ്റുഡൻസ് ക്യാൻ യൂസ് ദീസ് സ്കിൽസ് ഇൻ എനി സബ്ജക്ട്. അതായത് ഇതിൽ മെയിൻലി മെത്തേഡിനാണ് ഇമ്പോർട്ടൻറ്റ്, വേക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, അവർക്ക് അതായത് ഏതൊരു പ്രോബ്ലം ബേസ്ഡ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ വന്നാലും അവർക്ക് അതിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിനെക്കാട്ടിലും എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് തിങ്ക് ചെയ്യേണ്ടത്
എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് സൊല്യൂഷൻ, എന്ത് സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത് എന്നതിനെക്കാട്ടിലും എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്, എന്താണ് ചിന്തിക്കുന്നത്, അതിനാണ് ഹൗ ടുവിനാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സിമിലർ സിറ്റുവേഷൻ തന്നെ വരണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു സിമിലർ ടോപ്പിക് തന്നെ വരണമെന്നില്ല. ഏത് ടോപ്പിക്കിനും കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മെയിൻലി സ്റ്റുഡൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒരു ഗൈഡ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇത് പ്രാക്ടിക്കൽ ആണ് അല്ലെ, അതായത് ഇറ്റ് യൂസസ് എക്സ്പെരിമെന്റ് ആൻഡ് ഡാറ്റ ടു റീച്ച് കൺക്ലൂഷൻ. ഇവിടെ ടീച്ചേഴ്സിന്റെ റോള് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അതായത് കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യാനും ഈ നമ്മൾ കാണുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സ്പെരിമെന്റ്സ് കുട്ടികൾക്ക് അറിയാവുന്ന ആദ്യം ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള ലെവലിലാണ് ഇവിടെ ടീച്ചർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്ററി അപ്രോച്ചുകൾ കാണിക്കുന്നുണ്ട്. ലബോറട്ടറി അപ്രോച്ച് വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ്, റിസർച്ച്, എക്സ്പെരിമെന്റിങ്, ഫീൽഡ് സ്റ്റഡി. ഇതൊക്കെ ഡിഫറെന്റ് ടെക്നിക്കുകളാണ് കേട്ടോ, നമ്മൾ ഇൻവെസ്റ്റിഗേറ്ററി മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടെക്നിക്കുകളാണ്. ഇനി ഇൻവെസ്റ്റിഗേറ്ററി സ്കിൽസ് നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരൊറ്റ സോഴ്സിൽ നിന്ന് മാത്രം ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഒന്നിൽ കൂടുതൽ സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്ററി സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. കൂടാതെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ ഇങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നതിലൂടെ, റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൂടാതെ നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ് ഒന്നും ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ ചില പാർട്ടിനോട് നമുക്ക് ഒരു പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ് ഒന്നും എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മെത്തേഡുകളിൽ നമ്മൾ പേഴ്സണൽ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നമ്മളെപ്പോഴും ന്യൂട്രൽ ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ എന്താ ഒരു ഔട്ട്സൈഡർ എന്നുള്ള ഫോർമാറ്റിൽ വേണം നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യാൻ, ചിന്തിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടെത്താൻ. ഓക്കെ, കൂടാതെ എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർവ്യൂയിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും കൂടുതൽ ആളുകളുമായിട്ട് സംസാരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽസുകൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, മൾട്ടിപ്പിൾ സോഴ്സ് യൂസ് ചെയ്യുക, ന്യൂട്രൽ ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ് ഒക്കെ മാറ്റി വെച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ലെവലിൽ നമ്മൾ ആ കാര്യങ്ങളെ നോക്കിക്കാണുക. പ്രാക്ടീസ് ഇന്റർവ്യൂയിങ്, ടേക്ക് യുവർ ടൈം. അതായത് നിങ്ങൾ പെട്ടെന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള ടൈം എടുത്തിട്ട് എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് കേട്ടോ. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുട്ടികളെയൊക്കെ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ പരസ്പരം നമ്മുടെ വ്യൂ പോയിന്റുകളൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ പഠിക്കുന്ന രീതിയാണ് നമ്മൾ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയാം. ദിസ് അപ്രോച്ച് വ്യൂസ് നോളജ് ആസ് സംതിങ് വി ബിൽഡ് ടുഗദർ ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ. ഇറ്റ് മൂവ് അവേ ഫ്രം ജസ്റ്റ് ലിസണിങ് ടു എ ടീച്ചർ ആൻഡ് ഫോക്കസസ് ഓൺ സ്റ്റുഡൻസ് വർക്കിംഗ് ഇൻ ഗ്രൂപ്പ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എല്ലാ കുട്ടികളുടെയും വ്യൂ പോയിന്റുകൾ നമ്മൾ കേൾക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നിട്ട് ആ ഒരു മെത്തേഡിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, അതിന്റെ കീ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ അത് സ്റ്റുഡന്റ് ഫോക്കസ്ഡ് ആണ്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്, റിയൽ വേൾഡ് പ്രോബ്ലംസുകളെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത് അല്ലെ. അതായത് ഗ്രൂപ്പുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ആക്ച്വൽ ചലഞ്ചിനെയാണ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ കുട്ടികൾക്ക് അത് കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെ. കൂടാതെ ഇതിന്റെ ബെനിഫിറ്റ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതുപോലെ ലീഡർഷിപ്പ് സ്കിൽസും തിങ്കിങ് സ്കിൽസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നമുക്ക് ഡിഫറെന്റ് വ്യൂ പോയിന്റിൽ നിന്ന് ഒരു ടോപ്പിക്കിനെ നോക്കി കാണാനുള്ള ആ ഒരു ലെവലിലോട്ട് നമ്മുടെ മൈൻഡിനെ എത്തിക്കാനൊക്കെ, അതായത് ഡിഫറെന്റ് വ്യൂ പോയിന്റുകൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൺ സെക്കൻഡ്. ഓക്കെ,
ഇനി നമുക്ക് കൊളാബറേറ്റീവ് ലേണിംഗ് നമ്മുടെ ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റം യുവർ പാർട്ട്ണർ, തിങ്ക്, പെയർ, ഷെയർ, കാച്ചപ്പ്, ഫിഷ് ബോൾ ഡിബേറ്റ്, കേസ് സ്റ്റഡി തുടങ്ങിയ മെത്തേഡുകളിലൂടെ അല്ലെങ്കിൽ തുടങ്ങിയ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊളാബറേറ്റീവ് ലേണിംഗ് നമുക്ക് ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ലേണിംഗ് എന്താ, നമ്മുടെ ഒരു എക്സ്പീരിയൻസിലൂടെ പഠിക്കുകയാണെങ്കിൽ ലേണിംഗ് ഒന്നുകൂടെ എളുപ്പം പോസിബിൾ ആവുന്നുള്ളതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എക്സ്പീരിയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദിസ് ഈസ് ലേണിംഗ് ത്രൂ റിഫ്ലക്ഷൻ ഓൺ ഡൂയിങ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കാദമിക് നോളജ് ആൻഡ് അപ്ലൈഡ് നോളജ്. അതായത് നമ്മൾ റീഡ് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന നോളജിനെക്കാട്ടിലും എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ നമ്മുടെ മൈൻഡിൽ സ്ഥാനം ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പറയുന്നത് കേട്ടോ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തന്നെ നമ്മൾ കോബ്സ് തിയറി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആനിമൽസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതിന് പകരം നമ്മൾ സൂക്കൊക്കെ പോയിട്ട് ആനിമൽസിനെ കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അതായത് ഒരു അതുകൂടാതെ ഒരു മൂവി നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മളൊരു ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയിട്ട് പ്ലാന്റ്സ് എങ്ങനെയാണ് ഓരോ സ്റ്റേജിലുള്ള പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഒക്കെ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അങ്ങനെ നേരിട്ട് കണ്ട് പഠിക്കുന്നത്, അതായത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നത് ഒന്നുകൂടെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അപ്പൊ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലേണിംഗ് ത്രൂ റിഫ്ലക്ഷൻ ഓൺ ഡൂയിങ്. നമ്മൾ കണ്ടു പഠിക്കുക അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോ കോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡേവിഡ് കോബ്സ് എന്താണ് ഇതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന് ആളുടെ ഒരുപാട് വർക്ക്സുകൾ, ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളും അതുപോലെ സ്റ്റേജസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അക്കോർഡിംഗ് ടു ഡേവിഡ് കോബ്, ജെനുവിൻ ലേണിംഗ് ഹാപ്പൻ ഇൻ എ കണ്ടിന്യൂസ് സർക്കിൾസ് ഓഫ് 4 സ്റ്റേജസ്. കോബ് എന്താ പറയുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള ലേണിംഗ് ഒരു 4 സ്റ്റേജസ് ഉള്ള ഒരു കണ്ടിന്യൂസ് സർക്കിളിലൂടെയാണ് നടക്കുന്നത് എന്നാ പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഒന്നും കൂടെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഈ ചെറിയ കുട്ടികളോടൊക്കെ എന്തെങ്കിലും ഒരു ചൂടുള്ള വസ്തുക്കളൊക്കെ ആണെന്ന് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ പറയില്ലേ, അതിൽ തൊടരുത് പൊള്ളു എന്ന് പറയില്ലേ. പക്ഷെ ചിലപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ അവരൊരു പ്രാവശ്യം അതിൽ ടച്ച് ചെയ്ത് ഇത് ചൂടുണ്ട്, ഇത് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും എന്നുള്ള കാര്യം അവര് റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം അത് തൊടരുത്, അതിൽ ചൂടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് ചെയ്യില്ല, അത് ടച്ച് ചെയ്യില്ല. ഓക്കെ, അതാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസിൽ കൂടെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്, അതൊന്നും കൂടെ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആയിട്ട് നിൽക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് 4 സ്റ്റേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കുക, അതാണ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ്. പിന്നീട് വരുന്നത് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ആണ്. അതായത് നമ്മൾ പുതിയൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ എന്താ പണ്ട് നമ്മൾ നേടിയിട്ടുള്ള ആ ഒരു കാര്യത്തെ ചിന്തിക്കുക. അപ്പൊ ഈ കുട്ടിയുടെ ഇതിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടി ആദ്യം ടച്ച് ചെയ്തപ്പോൾ ഇത് ടച്ച് ചെയ്താൽ വേദനിക്കുന്നുള്ള കാര്യം, ചൂടുണ്ട് വേദനിക്കുന്നുള്ള കാര്യം എക്സ്പീരിയൻസ് ചെയ്തു. പിന്നീട് വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യാ, തിങ്ക് ചെയ്യണം, ഓക്കെ അത് തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും എന്നുള്ളത്. ഓക്കെ, കൂടാതെ എന്താ അത് കുട്ടി മനസ്സിലാക്കുന്നതാണ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. അത് വേറൊരു സിറ്റുവേഷനിൽ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റുവലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ചൂടുള്ള വസ്തുക്കളിൽ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും എന്നുള്ള ആ ഒരു രസം കുട്ടി പഠിച്ചെടുക്കുന്നില്ലേ, അതാണ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റുവലൈസേഷൻ. ഇനി പുതിയൊരു സിറ്റുവേഷനിൽ കുട്ടി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അതുമ്പോ തൊടരുത്, ഇത് തൊട്ടാൽ എനിക്ക് വേദനിക്കും എന്ന് കുട്ടി പുതിയൊരു സിറ്റുവേഷനിലും കുട്ടി മനസ്സിലാക്കുന്നതിനെയാണ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ക്രിയേറ്റ് ഡീപ്പർ ലേണിംഗ് ആൻഡ് ഹയർ എൻഗേജ്മെന്റ് അല്ലെ. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ കുട്ടിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായില്ലേ, അത് എപ്പോ വന്നാലും കുട്ടി എന്ത് ചെയ്യും, ഓർത്തെടുക്കൂലെ. അതുപോലെ തന്നെയാണ് ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്.
ഓക്കെ, അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ കണ്ടു പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതിന് നമ്മുടെ മൈൻഡിൽ ഒന്നും കൂടെ ഡീപ്പർ ആയിട്ട് ഫിക്സ് ആവുന്നുള്ളതാണ് കേട്ടോ. ഇറ്റ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഹൗ ടു ഹാൻഡിൽ ഫെയിലിയർ ആൻഡ് ഓവർകം ചലഞ്ചസ് ഇൻ എ സേഫ് എൻവയോൺമെന്റ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ 3 മെത്തേഡുകളാണ് ഈ ഒരു ഫിസിക്കൽ സയൻസിൽ ഡിസ്കസ് ചെയ്തത്. ഇൻവെസ്റ്റിഗേറ്ററി അപ്രോച്ച്, കൊളാബറേറ്റീവ് ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഫിസിക്കൽ സയൻസിൽ മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്റ്റുകളിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സിൽ വരുന്ന സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടുകളാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ടീച്ചർ സെൻട്രേഡ് മെത്തേഡിന്റെ അണ്ടറിൽ വരുന്ന പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ബയോഗ്രഫിക്കൽ മെത്തേഡ്, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, സോഷ്യലൈസ്ഡ് റെസിറ്റേഷൻ മെത്തേഡ്, സോഴ്സ് മെത്തേഡ്, യൂണിറ്റ് മെത്തേഡ്, സൂപ്പർവൈസ്ഡ് സ്റ്റഡി. 3 മെത്തേഡുകളാണ് നമുക്ക് ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സിന്റെ അണ്ടറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. എന്താ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിക്ക് പഠിക്കുന്ന മെത്തേഡ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിന് പരിഹാരം കാണുന്ന രീതിക്ക് എന്ത് ചെയ്യുക, കുട്ടികൾ സ്വയം സ്വയം ചെയ്യുന്ന പഠന രീതിയാണ് നമ്മൾ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് പറയാം. കാരണം ആദ്യം വരുന്നത് എന്തായിരിക്കും, ആദ്യം നമുക്ക് മുന്നിൽ ഒരു പ്രോബ്ലം വരും. പിന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അതാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദിസ് ഈസ് എ സയന്റിഫിക് അപ്രോച്ച് വേർ സ്റ്റുഡൻസ് യൂസ് റിഫ്ലക്റ്റീവ് തിങ്കിങ് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇറ്റ് ഈസ് വെരി സിമിലർ ടു ഹൗ റിസർച്ചേഴ്സ് വർക്ക്. ഈ സയന്റിസ്റ്റുകളൊക്കെ ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അല്ലെ നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ആദ്യം നമുക്കൊരു പ്രോബ്ലം ആണ് വരിക, എന്നിട്ട് നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാസ് ഒക്കെ അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ കുട്ടികൾ തന്നെ എന്ത് ചെയ്യാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്താണ് ചെയ്യാം. ഈ ഒരു മെത്തേഡിന്, അതായത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിന് 5 സ്റ്റെപ്സുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ പ്രോബ്ലം. അതായത് എന്താണ് നമുക്ക് മുന്നിലുള്ള ചലഞ്ച് അല്ലെങ്കിൽ എന്താണ് നമുക്ക് മുന്നിലുള്ള ടാസ്ക് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. സെക്കൻഡ് വൺ, കളക്ട് ഡാറ്റ. അതായത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് സോഴ്സസിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെക്കാണ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. പിന്നീട് ഈ കളക്ട് ചെയ്ത ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഓക്കെ ഇതിന്റെ ഈ ഒരു പ്രോബ്ലത്തിന്റെ മെയിൻ ആയിട്ട് വരുന്ന സൊല്യൂഷൻ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ റീസൺ ഇതാണെന്നുള്ള ഒരു ബെസ്റ്റ് ഗസ് ഉണ്ടായിരിക്കില്ലേ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ലേ, അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫോം എ ഹൈപ്പോത്തസിസ് എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം അല്ലെ. അതായത് ടെസ്റ്റ് എ ഹൈപ്പോത്തിസിസ്, അതാണ് ഫോർത്ത് സ്റ്റെപ്പായിട്ട് വരുന്നത്. അതായത് ഈ ഒരു സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സൊല്യൂഷൻ എപ്പോഴും പോസിബിൾ ആണോ അതോ ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ. വെരിഫൈങ് റിസൾട്ട്, ഓക്കെ, കൺഫേം ദ ആൻസർ ആൻഡ് അപ്ലൈ ഇറ്റ് ഇൻ ടു ന്യൂ ലൈഫ് സിറ്റുവേഷൻ. പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം, ടീച്ചേഴ്സിനോട് ഡിസ്കസ് ചെയ്തിട്ട് കറക്റ്റ് ആണെന്നുള്ളതൊക്കെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൂടെ വേണം. അപ്പൊ ഇതിന്റെ 5 സ്റ്റെപ്പുകൾ വരുന്നത് ഐഡന്റിഫൈ ദ പ്രോബ്ലം, കളക്ട് ദ ഡാറ്റ, ഫോം എ ഹൈപ്പോത്തിസിസ്, ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ്, വെരിഫൈ റിസൾട്ട്. ഇവിടെ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് പ്രോബ്ലംസിനെ സിമ്പിൾ പാർട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടടുത്ത്, അതായത് കളക്ടിങ് ഡാറ്റ എന്നുള്ള സ്റ്റെപ്പിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതിന് എവിടെയാണ് ആ റിസോഴ്സസ് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഫോർമാറ്റിലാണ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഇനി മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ എന്താ, കുട്ടികൾ തന്നെ കണ്ടെത്താണല്ലേ, ഒരു പ്രോബ്ലം ആണ് അവർക്ക് മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നെ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ചെറിയ സ്റ്റെപ്പുകളുമാണ് കുട്ടികൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും പേഷ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. ഇനി ഡിമെറിറ്റ്സ് എന്താ,
ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ. കുട്ടികൾ തന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ കണ്ടെത്തി അത് അനലൈസ് ചെയ്ത് അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കി അത് വേറൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്ത് എല്ലാ സിറ്റുവേഷനിലും ഇത് പോസിബിൾ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റിസൾട്ട് ഒക്കെ കൺഫേം ചെയ്യുമ്പോഴേക്കും എന്താവും, അത്യാവശ്യം നല്ല ടൈം എടുക്കും അല്ലെ. അപ്പൊ ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ട റിസോഴ്സുകൾ ലിമിറ്റഡ് ആണെങ്കിലും ഈ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ച ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ബയോഗ്രഫിക്കൽ മെത്തേഡ് ആണ്. ബയോഗ്രഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബയോഗ്രഫീസിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനെയാണ് ബയോഗ്രഫിക് മെത്തേഡ് എന്ന് പറയുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വെൽ നോൺ ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള പേഴ്സണിന്റെ ഒക്കെ ബയോഗ്രഫീസ് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ ബയോഗ്രഫിക്കൽ മെത്തേഡ് എന്ന് പറയുക കേട്ടോ. അവരുടെ വാല്യൂസ് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ അവരുടെ ബയോഗ്രഫിയിലൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോഗ്രഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. 4 types of biographies ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, അക്കാദമിക് ബയോഗ്രഫി, ഫിക്ഷണൽ അക്കാദമിക് ബയോഗ്രഫി, വിഷണറി ബയോഗ്രഫി കേട്ടോ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ആക്ച്വലി ഉള്ള ഒരു പേഴ്സണിന്റെ റിയൽ ലൈഫ് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആണ് നമ്മൾ ബയോഗ്രഫിയിലൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ എന്താ നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അങ്ങനെയൊന്നല്ല. ഒരാള് കടന്നു പോയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയൽ ലൈഫ് സക്സസ് ഓർ ഫെയിലിയർ ആണ് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അത് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാം അല്ലെ. കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നുള്ളൊരു തോട്ടൊന്നുമില്ല. കാരണം ഒരാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നിന്നും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൾച്ചറൽ എമ്പതി അതുപോലെ ഹാർഡ് വർക്ക് ഒക്കെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾ ആയിട്ട് കഥകൾ പറഞ്ഞു കൊടുത്ത് കഥ പറയുന്ന പോലെ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മെത്തേഡിനെയാണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ലോവർ ക്ലാസ്സുകളിലും അതുപോലെ അപ്പർ ക്ലാസ്സുകളിൽ തന്നെ ഒന്നുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലൊക്കെ നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെ പോസിബിൾ ആണ് അല്ലെ. കാരണം ഒരു സ്റ്റോറി പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ അതൊരു സ്റ്റോറി പാറ്റേണിൽ ഇങ്ങനെ ഫിക്സ് ആയി പോകും അല്ലെ. അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള എല്ലാ സബ്ജക്റ്റുകളിലും, ഹിസ്റ്ററി എക്കണോമിക്സ് എന്നുള്ളതല്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റുകളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇനി ടീച്ചേഴ്സിന്റെ റോൾ എന്താ? ടീച്ചേഴ്സ് നമ്മുടെ സബ്ജക്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറി ബിൽഡ് ചെയ്തെടുക്കണം അല്ലെ, ഡിസൈൻ ചെയ്യണം. കൂടാതെ ഒരു സ്റ്റോറി ഇങ്ങനെ വായിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോകുന്ന ഫോർമാറ്റിൽ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആവോ? ഇല്ല അല്ലെ. ഓരോ എക്സ്പ്രഷൻ അനുസരിച്ചിട്ടുള്ള ഓരോ വോയിസ് ഫ്ലക്ച്വേഷൻസ് കഥ പറയുമ്പോൾ കൊണ്ടുവരണം അല്ലെ. ചില ആളുകൾ ഭയങ്കര നല്ല രീതിക്ക് കഥ പറയുന്നവരായിരിക്കും, കേട്ടിരിക്കാൻ തോന്നുന്ന ലെവലില് കഥ പറയുന്ന ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് നല്ല രീതിക്ക് കഥ പറയുന്നത്. നമ്മൾ അവരുടെ ചാനൽ അഡിക്റ്റ് ആയി പോകാനുള്ള കാരണം അവരുടെ ആ ഒരു കഥ പറയുന്ന ഒരു കഴിവാണ് അല്ലെ. അപ്പൊ അത് വളരെ നർമ്മത്തിലും അല്ലെങ്കിൽ വളരെ വോയിസ് ഫ്ലക്ച്വേഷനൊക്കെ യൂസ് ചെയ്തിട്ട് കഥ പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ ഒരു സബ്ജക്റ്റുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള മെത്തേഡിലൂടെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ സബ്ജക്ട് കണ്ടന്റുകളൊക്കെ കുട്ടികളിലോട്ട് എത്തിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഡിസ്കഷൻ മെത്തേഡ് ആണ്. ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ വരുന്ന പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്തിട്ട് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പഠിക്കുന്ന ഒരു രീതിയെയാണ്, ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനൊക്കെയാ അതിന്റെ മെയിൻ ഗോൾ വരുന്നത്? To weigh different sides of an issue, clarify ideas and reduce the social distance between teachers and students. ഒരു ഇഷ്യൂവിന്റെ തന്നെ ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് നോക്കി കാണാനും ഐഡിയാസ് ഒക്കെ ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്താനും പിന്നെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന്, കാരണം ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് അവരിരുന്ന് സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ഫ്രണ്ട്ലി മാനറിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ ഒരു ഡിസ്കഷൻ മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ, കണ്ടക്ട്, ഇവാലുവേഷൻ,
അങ്ങനെ 3 പ്രൊസീജിയേഴ്സ് ആണുള്ളത്. അതായത് ഏതാണ് ടോപ്പിക് എന്നുള്ളത് ചൂസ് ചെയ്യുക, അതിന് മെറ്റീരിയൽസ്, റെഫറൻസ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് പ്രിപ്പറേഷൻ ഫേസിൽ വരുന്നത്. ഇനി കണ്ടക്ട് ഫേസിൽ വരുന്നത് എന്താ, കുട്ടികൾക്കൊക്കെ ഇരിക്കാനായിട്ടുള്ള സീറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തുക. ആരും എന്താവുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരാൾ മാത്രം സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ കേൾവിക്കാരാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് ഇല്ലാതാക്കുക കേട്ടോ. അതായത് എല്ലാവരും എന്ത് ചെയ്യുക, അവരുടെ വ്യൂ പോയിന്റുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതൊക്കെയാണ് ഈ ഒരു കണ്ടക്ട് ഫേസിൽ വരുന്നത്. തേർഡ് വൺ ആയിട്ട് ഇവാലുവേഷൻ ഫേസ് ആണ് വരുന്നത്. 1 സെക്കൻഡ്. സോറി. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ഇവാലുവേഷൻ ഫേസ് അല്ലെ. സമ്മറൈസ് ദ ആർഗ്യുമെന്റ്സ് ആൻഡ് ഡ്രോ ലെസൺ ഫോർ ദ നെക്സ്റ്റ് ടൈം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആർഗ്യുമെന്റ്സിൽ നിന്നും ഡിഫറെന്റ് വ്യൂ പോയിന്റ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, ഒരു അടുത്ത ലെസണിന് അല്ലെങ്കിൽ അടുത്ത ഡിസ്കഷനുള്ള ഒരു മെറ്റീരിയൽ ഫോർമാറ്റിൽ നമ്മൾ ചെയ്യണം. ടീച്ചേഴ്സിന്റെ റോൾ വരുന്നത് ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു ഗൈഡ് ഒക്കെ ആയിട്ടാണ് ടീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, ഇത് നല്ലൊരു മെത്തേഡ് ആണെങ്കിൽ കൂടെ നമ്മൾ വലിയ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഡൗട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. കാരണം വലിയ ക്ലാസ് റൂമുകളൊക്കെ ആകുമ്പോൾ ഇതല്ലാത്ത സംസാരങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സോഷ്യലൈസ്ഡ് റെസിറ്റേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് മെത്തേഡ് എന്നോ ഡിസ്കഷൻ മെത്തേഡ് എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് ഇതിലും എന്ത് തന്നെയാണ്, ടീച്ചേഴ്സും കുട്ടികളൊക്കെ പരസ്പരം സംസാരിച്ച് പ്രോബ്ലംസ് അതിന് ആൻസർ ഡിസ്കസ് ചെയ്തിട്ട് അതുപോലെ എന്താ വിശദീകരിക്കുക, അതുപോലെ എന്താ അങ്ങനെയുള്ള രീതികളിലൂടെ പഠനം നടത്തുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു സോഷ്യലൈസ്ഡ് റെസിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ഫ്രണ്ട്ലി കോപ്പറേഷൻ മെത്തേഡ് വേർ സ്റ്റുഡൻസ് ഡിസ്കസ് സോഷ്യൽ, പൊളിറ്റിക്കൽ ഓർ മോറൽ ഇഷ്യൂസ് ഇൻ എ നാച്ചുറൽ സോഷ്യൽ വേ. മറ്റതിൽ നമ്മൾ മെയിൻലി ടോപ്പിക്കിനാണ് ബേസിക്, അതായത് ഡിസ്കഷൻ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലംസിന് അല്ലെങ്കിൽ ടോപ്പിക്സുകൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എല്ലാ ആസ്പെക്റ്റുകളും കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോഷ്യൽ, പൊളിറ്റിക്കൽ, മോറൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. മെയിൻ ഐഡിയ ഇതിന്റെ വരുന്നത് ടു ട്രീറ്റ് ദ ക്ലാസ് റൂം ലൈക്ക് എ മിനിയേച്ചർ സൊസൈറ്റി. സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ, റിപ്പോർട്ട് ആൻഡ് ഡിസ്കസ് ടു ഡിസ്കവർ ദ മീനിങ് ഓഫ് ഫാക്ട് ഫോർ ദംസെൽഫ്. അതായത് ഇതിൽ മെയിൻലി കുട്ടികൾ എന്താണ്, ഒരു സൊസൈറ്റി, നമ്മളെ ക്ലാസ് റൂമിനെ ഒരു സൊസൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക അല്ലെ. നമ്മളെ ക്ലാസ് സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇനി നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ആവണമെന്നൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഒരു സൊസൈറ്റിയെ നമ്മൾ ക്ലാസ് റൂം, മിനിയേച്ചർ ഓഫ് സൊസൈറ്റിയെ നമ്മൾ ക്ലാസ് റൂമിലോട്ട് കൊണ്ടുവരുന്ന ആക്ടിവിറ്റി ആണ് അല്ലെ. അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമ്മൾ പഠിക്കുന്നതിനെയാണ് സോഷ്യലൈസ്ഡ് റെസിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ, റിപ്പോർട്ട് ആൻഡ് ഡിസ്കസ് ടു ഡിസ്കവർ ദ മീനിങ് ഓഫ് ഫാക്ട് ഫോർ ദംസെൽഫ്. കീ ടൂൾസ് വരുന്നത് ഡിബേറ്റ് ആർ ഓഫൺ യൂസ്ഡ് ഹിയർ ടു സെറ്റിൽ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ത്രൂ എ ജോയിന്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് ഇതിന്റെ കീ ടൂൾ വരുന്നത് എന്താണ്, ഡിബേറ്റ്സ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനൊരു ഡിസിഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിന്റെ ഏതാണ് സത്യം എന്നൊക്കെ, അല്ലെങ്കിൽ ഏത് പാർട്ടാണ് കറക്റ്റ് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിബേറ്റ്സുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ബെനിഫിറ്റ് എന്തൊക്കെയാ, കുട്ടികൾക്ക് ഈ ഒരു പേടി, അതുപോലെ എന്താ കാര്യങ്ങളോട്, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്നുകൂടെ സൊസൈറ്റിയിലോട്ടൊക്കെ ഇറങ്ങാനൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ള ഫോർമാറ്റിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹെൽപ്പ് സ്റ്റുഡൻസ് ഓവർകം ഫിയർ, ടീച്ചേഴ്സ് ദം ടു ആക്ട് ലോജിക്കലി ഓൺ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ബിൽഡ് ഫ്രണ്ട്ഷിപ്പ് ത്രൂ ഷെയർഡ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ സോഴ്സ് മെത്തേഡ് ആണ്. സോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാതെ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പുറത്തുനിന്നുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസും കൂടെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഴ്സ് മെത്തേഡ് എന്ന് പറയുക. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കാതെ നമ്മുടെ ഡയറീസ്, അതുപോലെ എന്താ
രേഖ, ചിത്രങ്ങള്, ഭൂപടം, കത്തുകള്, അതുപോലെ പുരാവസ്തുക്കള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് സോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഴ്സുകളിലൂടെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എവിഡൻസുകളൊക്കെ കാണാനും അതുപോലെ എന്താ ഡിഫറെന്റ് രീതിക്ക് നമ്മളുടെ തോട്ടിനെ കൊണ്ടുപോകാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. എങ്ങനെയത് വർക്ക് ചെയ്യുന്നത്? സ്റ്റുഡന്റ് വിസിറ്റ് മ്യൂസിയം ഓർ ആക്റ്റീവ്സ് ദേ ലുക്ക് ദാറ്റ് ദ എവിഡൻസ് ടു സീ ഇഫ് വാട്ട് ദ ടെക്സ്റ്റ് ബുക്ക് സേസ് ആക്ച്വലി ട്രൂ. ഓക്കെ, അതായത് ഹിസ്റ്ററിയിലേക്ക് കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഈവൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ബുക്കുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കറക്റ്റ് തന്നെയാണ്, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതിലൂടെ അവിടെ കെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിലുള്ള എന്താ പറയാ ഇതിന്റെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വായിച്ചിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയൽ ലൈഫിലും അല്ലെങ്കിൽ എന്താ ഒരു എവിഡൻസ് കാണുന്ന ഫോർമാറ്റിൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേണർ സെന്റേർഡ് മെത്തേഡാണ്. The students build their own knowledge. It make learning permanent because the students see the history directly. Okay. നെക്സ്റ്റ് വൺ യൂണിറ്റ് മെത്തേഡ് ആണ്. യൂണിറ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോമൺ പാർട്ടിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് സൂപ്പർവൈസ്ഡ് സ്റ്റഡി ആണ്. ഓക്കെ, യൂണിറ്റ് മെത്തേഡ് അറിയാലോ അല്ലെ, വലിയൊരു കണ്ടന്റിനെ നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി തിരിച്ച് പഠിക്കുന്ന രീതിയെയാണ്, ഒരു മെത്തേഡിനെയാണ് യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൂപ്പർവൈസ്ഡ് സ്റ്റഡി നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, സൂപ്പർവൈസറി സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കുട്ടികൾ തനിച്ചായിരിക്കും പഠിക്കുന്നത്, ബട്ട് എന്താ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ടീച്ചർ എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു സെഷനിൽ കുട്ടികൾ പഠിക്കുന്നതിന് ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഗൈഡ് ചെയ്യുന്നുള്ളൂ, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ സെൽഫ് ലേണിങ്ങിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സെൽഫ് ലേണിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യാനും ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, there are 4 main ways school organize this session. സൂപ്പർവൈസറി സ്റ്റഡി മെയിൻലി 4 ടൈപ്പുകളിലായിട്ടാണ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. 2 കോഴ്സ് പ്രോഗ്രാം, ഡിവൈഡ് കോഴ്സ് പ്ലാൻ, ഡെയിലി എക്സ്ട്രാ ലെസൺ, ലൈബ്രറി, സ്റ്റുഡന്റ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള മെത്തേഡുകളിലൂടെയാണ് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 2 കോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 1 ക്ലാസ് ഈസ് ഫോർ എ ലെക്ചർ ആൻഡ് ദ വെരി നെക്സ്റ്റ് ക്ലാസ് ഈസ് ഫോർ സൂപ്പർവൈസ്ഡ് സ്റ്റഡി ഓൺ ദാറ്റ് ടോപ്പിക്. ആദ്യം ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് പീരീഡ് ലെക്ചർ ഒക്കെ ടീച്ചേഴ്സ് പ്രോപ്പർ ആയിട്ട് ലെക്ചറിങ് ഒക്കെ കൊടുത്ത്, അതായത് ആ കാര്യത്തെ കുറിച്ച് പ്രോപ്പർ ഐഡിയ ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡ് പീരീഡിൽ എന്ത് ചെയ്യാണ്, കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അതായത് ടീച്ചേഴ്സിന്റെ ഗൈഡൻസിൽ കുട്ടികൾ സെൽഫ് ലേണിങ്ങിനുള്ള ഒരു അവസരം കൊടുക്കുക. അതാണ് 2 കോഴ്സ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡിവൈഡ് കോഴ്സ് പ്ലാൻ ആണ്. അതായത് ആ ഒരു മെത്തേഡിൽ എ സിംഗിൾ ക്ലാസ് പീരീഡ് ഈസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ്. അതായത് ഒരു പീരീഡിൽ തന്നെ എന്ത് ചെയ്യും, ഫസ്റ്റ് ടീച്ചിങ്ങിനും സെക്കൻഡ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു രീതിക്ക് ഒരു പീരീഡിനെ തന്നെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡിവൈഡ് കോഴ്സ് പ്ലാൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഡെയിലി എക്സ്ട്രാ ലെസൺ ആണ്. അതായത് നോർമൽ ക്ലാസ് പീരീഡിന് പുറമെ ഒരു പീരീഡ് കുട്ടികൾക്ക് ഇങ്ങനെ സൂപ്പർവൈസ്ഡ് സ്റ്റഡിക്കുള്ള ഒരു പീരീഡ്, ലാസ്റ്റ് പീരീഡോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പീരീഡൊക്കെ സൂപ്പർവൈസ്ഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും. ഓക്കെ, അധികവും എന്താണ് എൻഡിലാണ് വരാറുള്ളത് കേട്ടോ. എക്സ്ട്രാ പീരീഡ് ഈസ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് സ്കൂൾ ഡേ സ്പെഷ്യലി ഫോർ സൂപ്പർവൈസ്ഡ് സ്റ്റഡി. നെക്സ്റ്റ് വൺ ലൈബ്രറി സ്റ്റഡി പ്രോഗ്രാം. അതായത് ഒരു പീരീഡ്, അതായത് ഒരു വീക്കിലുള്ള ഒരു പീരീഡ് എന്ത് ചെയ്യും, ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ബുക്ക് വായിക്കാനും ലൈബ്രറിയറിന്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ സൂപ്പർവിഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ 4 രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂപ്പർവൈസ്ഡ് സ്റ്റഡി സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. ഇതില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു സെഷൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസുകൾ ഫോളോ ചെയ്യണം. കുട്ടികൾക്ക് റീഡബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ്, ബുക്സ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, പ്രോപ്പർ ആയിട്ടുള്ളത് അവർക്ക് അവൈലബിൾ ആയിരിക്കണം. കൂടാതെ എന്താ, ടീച്ചേഴ്സ് എങ്ങനെയാണ് പെട്ടെന്ന് വായിക്കുക എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ടീച്ചർ ഷുഡ് ടീച്ച് സ്റ്റുഡൻസ് ഹൗ ടു സ്കിം റീഡ് ക്വിക്ക്ലി ടു അണ്ടർസ്റ്റാൻഡ് ദ ജനറൽ ടോപ്പിക് ഓഫ് ദ ടോപ്പിക്. കാരണം നമ്മൾ ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചിട്ട് ഓക്കെ ഇതാണ് ഇമ്പോർട്ടന്റ്, അങ്ങനെ കുട്ടികൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ലെവലിൽ കുട്ടികളെ എത്തിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ ബെനിഫിറ്റ്സും ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ടീച്ചേഴ്സിന്റെ റോള് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചർ ഒരു ഗൈഡ് അല്ലെങ്കിൽ എന്താ ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി മാനറിലാണ് ടീച്ചേഴ്സ് വരുന്നത്. ഫ്രണ്ട്ലി ആണ് ബട്ട് സ്റ്റിൽ ഒരു ഗൈഡൻസ് എന്നുള്ള ലെവലാണ്, ഒരു ഗൈഡ് പോലെയാണ് അല്ലെ. കാരണം കുട്ടികളുമായിട്ട് കുട്ടികളുടെ കുട്ടികൾ ആദ്യം ലെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് സെൽഫ് സ്റ്റഡി നടക്കുന്ന സമയത്ത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബയോളജിക്കൽ സയൻസിൽ വരുന്ന എക്സ്ട്രാ ടോപ്പിക്കുകളാണ് കേട്ടോ. ബയോളജിക്കൽ സയൻസിൽ അതൊരു സയൻസ് സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ലബോറട്ടറി മെത്തേഡ് ഉണ്ട്, പ്യൂർ ട്യൂട്ടറിംഗ് ഉണ്ട്. അത് എല്ലാ മെത്തേഡിലും യൂസ് ചെയ്യുന്നതാണ്. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ടീച്ചർ ഗൈഡഡ് ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, സ്മോൾ ഗ്രൂപ്പ് ഓർ ഹോൾ ക്ലാസ് ഇന്ററാക്റ്റീവ് മെത്തേഡ്, ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡുകളാണ് നമുക്ക് ബയോളജിക്കൽ സയൻസിൽ നോക്കാനുള്ളത്. Okay, first one, laboratory method. The laboratory method is hand-on approach where students interact with the material and biological specimen to build new knowledge. It is not just using machine, it is about interaction, exploration and discovery. അതായത് ലബോറട്ടറി പഠന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പരീക്ഷണങ്ങൾ നടത്തിയും അത് പ്രവർത്തനങ്ങളിലൂടെയൊക്കെ പ്രായോഗികമാക്കിയും കൂടാതെ എന്താ കുട്ടികളുടെ അനുഭവങ്ങൾ അങ്ങനെ ഡിഫറെന്റ് എക്സ്പെരിമെന്റ്സിലൂടെയൊക്കെ കുട്ടികൾ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാണ് അനുഭവങ്ങളിലൂടെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ലബോറട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ജസ്റ്റ് മെഷീൻസ് യൂസ് ചെയ്യുക എന്നുള്ളതിൽ മാത്രമല്ല ലബോറട്ടറി മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി ഇന്ററാക്ഷൻസ്, എക്സ്പ്ലോറേഷൻ, ഡിസ്കവറിക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന്റെ കോർ ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്, സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്, ടെക്നോളജി ഇന്റഗ്രേഷൻ ഒക്കെയാണ് കോർ ഒബ്ജക്റ്റീവ് വരുന്നത്. അത് മെയിൻലി 3 സ്റ്റെപ്സുകളിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും പഴയ നോളജ് ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പഴയ നോളജ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുകയും പിന്നെ നമ്മൾ എന്ത് വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയും അതിനെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നീട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്മാൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോ ഒക്കെ ടീച്ചറിന്റെ ടീച്ചറിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡിങ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ആക്ച്വൽ വർക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കൾമിനേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അതിനൊരു കൺക്ലൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കൾമിനേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലെ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ, ലബോറട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റിലൂടെയും ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ, അതിലൂടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ആയിരിക്കും, അത് വെരിഫൈഡ് ആയിരിക്കും അല്ലെ. കൂടാതെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെയോ അല്ലെ ഡിഫറൻസിനെയോ ഒന്നും അത് എന്ത് ചെയ്യുന്നില്ല, കേറ്റർ ചെയ്യുന്നില്ല. ആൻഡ് ഡെവലപ്പ് ടീം വർക്ക്, ഹോണസ്റ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. കൂടാതെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീച്ചറുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. 1-to-1 എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ എന്താ ചെറിയ ഗ്രൂപ്പുകളായിട്ടല്ല ലബോറട്ടറി മെത്തേഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ടീച്ചേഴ്സായിട്ട് 1-to-1 എന്നുള്ള ഫോർമാറ്റിൽ ഇന്ററാക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ എന്താ, ലാബ് വേണം, ഒരു സ്കൂളിൽ ലാബ് വേണം, അതിൽ ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സസിന്റെ ഒക്കെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ. കൂടാതെ ഈ ഒരു 1-to-1 എന്താ പറയാ, ഒരു ക്ലാസ് റൂം കംപ്ലീറ്റ് ലബോറട്ടറി എക്സ്പെരിമെന്റ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും 1-to-1 ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് കുറച്ച് ഡിഫിക്കൽറ്റി ആയിരിക്കും അല്ലെ. കൂടാതെ സ്ലോ ലേണേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊക്കെ പേടിയുള്ള ആളുകൾക്കൊക്കെ വരക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ, സ്ലോ ലേണേഴ്സിനായാലും ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പിയർ ട്യൂട്ടറിംഗ് ആണ്. പിയർ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കുട്ടികൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെ. ടീച്ചിങ് ബൈ സ്റ്റുഡൻസ്, അതായത് നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ അറിയുന്ന ഒരു കുട്ടി ട്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യും, ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഓഡിയൻസ് ആയിട്ട് നിൽക്കുക. ഈ പിയർ ട്യൂട്ടറിംഗ് നമ്മൾ നമ്മുടെ BEd ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പിയർ ട്യൂട്ടറിംഗ് ആണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ 5-6 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതിൽ ഒരാള് ടീച്ച് ചെയ്യും, ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കും അല്ലെ. ഇവിടെ എന്താ, പിയർ ട്യൂട്ടറിംഗ് ആണ് നടക്കുന്നത്. പിയർ ട്യൂട്ടറിംഗ് leverages the comfort and intimacy of students relationship to improve academic achievement. Peer tutoring എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ,
ഇറ്റ് ലെവറേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ഒന്നും കൂടെ ഇന്റിമേസി അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് അക്കാദമിക് അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ എഡ്യൂക്കേഷൻ ലേണിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു എന്താ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ഒന്നും കൂടെ ഒരു കംഫർട്ട് ആണ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ് ചെയ്യാണ്. ഓക്കെ, അതാണ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, കൂടാതെ എന്താ ഈ പിയർ ട്യൂട്ടറിംഗിൽ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ എന്താണ് സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിക്ക് അറിയാവുന്ന ആളുകളാണ്. സിമിലർ ലാംഗ്വേജ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഉള്ള ഷൈനെസ്സോ അല്ലെങ്കിൽ എന്താ ടീച്ചേഴ്സിനോട് നമ്മൾ സംസാരിക്കാതിരിക്കുന്ന ഒരു ഫോർമാറ്റിലൊന്നും ആയിരിക്കില്ല അല്ലെ. നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നമുക്ക് ക്ലാസ് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ലേ. അപ്പൊ കുട്ടികളുടെ ആ ഒരു ഫിയർ, ഷൈനെസ് ഒക്കെ മാറി പ്രോപ്പർ ആയിട്ടുള്ള ലെവലിൽ ഒരു ലേണിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് നടക്കാനൊക്കെ ഈ പിയർ ട്യൂട്ടറിംഗ് എന്നുള്ള മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആരാണോ നമ്മുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആളുടെ പാർട്ടിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ വേണം അല്ലെ. പ്രോപ്പർ ആയിട്ട് ആൾ എന്ത് ചെയ്യണം, അതിന് സ്പേസും ഷെഡ്യൂളിംഗ് ഒക്കെ നടത്തണം. പിന്നെ MP ആണ് അത് നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിന് ഒരു ടൈമിംഗ് വേണം. പിന്നെ എന്ത് ഗോളാണ് നമ്മൾ അതിലൂടെ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗോൾ സെറ്റിംഗ് വേണം. പിന്നെ ആരാണ് നമ്മളിൽ നിന്ന് ട്യൂട്ടർ ആവേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ആ ട്യൂട്ടർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടീച്ചിങ് ട്രെയിനിങ് എന്ത് ചെയ്യണം, നമ്മുടെ ആക്ച്വൽ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നീട് എന്ത് ചെയ്യണം, ആക്ച്വൽ ടീച്ചിങ് നടത്തി അതിനെന്ത് ചെയ്യണം, ടീച്ചേഴ്സും എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ഈ ഒരു പ്രോസസ്സ് ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാതെ കുട്ടികൾക്ക് മാത്രം അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അത് പ്രോപ്പറായിട്ട് ഇതിനെ കാണാത്ത ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഈ ഒരു രീതി ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിലൊക്കെ എന്ത് ചെയ്യാം, മേ ബി സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അല്ലെ. അപ്പൊ എപ്പോഴും ടീച്ചേഴ്സിന്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഒരു റെഗുലർ ചെക്ക് ഇതിൽ ആവശ്യമുണ്ട്. ചെക്കിങ് ടീച്ചേഴ്സ് മസ്റ്റ് റെഗുലർലി ചെക്ക് ടു റിവ്യൂ ദ പ്രോഗ്രസ് ആൻഡ് അഡ്രസ് എനി ഫ്രിക്ഷൻസ്. ഓക്കെ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് അക്കാദമിക് ഗ്രോത്തിനും സോഷ്യൽ ഡെവലപ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ കുട്ടികൾക്ക് ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിട്ട് സില്ലി ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പിയേഴ്സിനോട് അല്ലെ, അതായത് നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ആണ്. Individual activities are designed to help students internalize goals and manage their own learning time. They bridge gap between classroom theory and personal life. Individual activities എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് സ്വയം തന്നെ അവരുടെ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ട് അവർ സ്വയം ലേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ സ്കിൽ പ്രാക്ടീസ്, പേഴ്സണൽ ഡിസൈൻ, റിസർച്ച് ആൻഡ് എക്സ്പ്ലോറേഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, സെൽഫ് അസസ്മെന്റ്, ഇതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ വർക്കിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഫോർത്ത് വൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുക. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നതിനെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. കോൾബ് എന്താ പറയുന്നത്, ലേണിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് നോളജ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് 4 സ്റ്റെപ്സുകൾ ഉണ്ട്. കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ, അബ്സ്ട്രാക്ട് കൺസെപ്റ്റലൈസേഷൻ, ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ടീച്ചർ ഗൈഡഡ് ലേണിംഗ് ആണ്. ടീച്ചർ ഗൈഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഫ്രെയിം വർക്ക് ടീച്ചർ പ്രൊവൈഡ് ചെയ്യും. കുട്ടികൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഫ്രെയിം വർക്കിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ഡിസ്കവർ ചെയ്തിട്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടീച്ചർ ഗൈഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മെയിൻലി എന്താ, റിസർച്ച് സ്കിൽസ്, അതുപോലെ പ്രോബ്ലംസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചർ ഗൈഡഡ് ലേണിംഗ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇതിൽ ടീച്ചേഴ്സ് ഒരു ഗൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന് മെയിൻലി 5 സ്റ്റെപ്സ് ഉണ്ട്. ഫോക്കസ്, ലേണിംഗ് ചെക്ക്, ഇൻഡിപെൻഡന്റ് വർക്ക്, റീവർക്ക് ഓർ റിവൈസ്, റിവ്യൂ. ഓക്കെ, ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്ത് ടാസ്ക് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയാം. ഇനി ഐഡന്റിഫൈങ് വാട്ട് സ്റ്റുഡൻസ് ഓൾറെഡി നോ ആൻഡ് കൺഫേമിങ് ദ സ്കിൽസ് നീഡഡ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് മുന്നേ അറിയാം, പിന്നെ ആ ഒരു അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഈ ഒരു നമ്മുടെ ഫൈനൽ കൺക്ലൂഷനിലോട്ട് എത്തണമെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സുകളായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ
സ്കിൽസുകളായിരിക്കണം നമുക്ക് ആവശ്യമുള്ളത്. അതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ലേണിംഗ് ചെക്ക് എന്ന് പറയാം. ഓക്കെ, ഇനി കുട്ടികൾ എന്ത് ചെയ്യുക, ലേണിംഗ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കുട്ടികൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടൊക്കെ ടീച്ചേഴ്സിന്റെ മോണിറ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനെയാണ് ഇൻഡിപെൻഡന്റ് വർക്ക് എന്നുള്ള സ്റ്റെപ്സിൽ വരുന്നത്. ഇനി കുട്ടികൾ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്തിട്ട് അവർക്കൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടാവും അല്ലെ, അതെന്ത് ചെയ്യാണ്, ടീച്ചേഴ്സിന്റെ ഗൈഡൻസോട് കൂടെ റിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീവർക്ക് ഓർ റിവൈസ് എന്ന് പറയാം. സ്റ്റുഡന്റ് റീവിസിറ്റ് ദെയർ വർക്ക് വിത്ത് ടീച്ചേഴ്സ് ഗൈഡൻസ് ടു റിഫൈൻ ആൻഡ് ഇംപ്രൂവ് ഇറ്റ്. ഓക്കെ, അതായത് കുട്ടികൾ കണ്ടെത്തിയിട്ടുള്ള കൺക്ലൂഷന് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ഫിഫ്ത്ത് വൺ വരുന്നത് റിവ്യൂ ആണ്. ഗ്രൂപ്പ് റിഫ്ലക്ഷൻ ഓൺ പ്രോഗ്രസ് ആൻഡ് ഹൗ ടു അപ്ലൈ ദീസ് സ്കിൽസ് ടു അതർ സബ്ജക്ട്. അതായത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റ്സുകൾ, എങ്ങനെയാണ് അത് ബാക്കിയുള്ള സ്കിൽസുകളിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് ഗൈഡഡ് ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്? വൈ ഇറ്റ് മാറ്റേഴ്സ്? ഇറ്റ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ഡൈവേഴ്സ് തിങ്കിങ്സ് ആൻഡ് സെൽഫ് കറക്ഷനും അതുപോലെ റിസോഴ്സ്ഫുൾനെസ്സിനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് റീവർക്ക് എന്നുള്ള ആ ഒരു ഫേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മളത് പ്രോപ്പറായിട്ട് എന്തൊക്കെ തെറ്റുകളാണ് വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തിന്റെ വേറൊരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ വേറൊരു സൈഡും കൂടെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇതിലൂടെ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെൽഫ് കറക്ഷൻ എബിലിറ്റി ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിസോഴ്സ്ഫുൾനെസ് ആണല്ലോ, അതായത് ഇറ്റ് പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് ബൈ മേക്കിംഗ് ദ കോൺട്രിബ്യൂട്ടർ റാദർ ദാൻ ജസ്റ്റ് കൺസ്യൂമർ ഓഫ് ഇൻഫർമേഷൻ. കുട്ടികൾ തന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കുട്ടികൾ തന്നെ വർക്ക് ചെയ്തിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് സ്പൂൺ ഫീഡിങ്ങിനെക്കാട്ടിലും അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊരു കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഒരു റിസോഴ്സ്ഫുൾനെസ്സിന് അല്ലെങ്കിൽ എന്താ ഈ ഒരു റാപ്പിഡ്ലി ചേഞ്ച് വേൾഡിലോട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ബേസ്ഡ് ഓൺ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഫോർമാറ്റിൽ നമ്മൾ പഠിക്കുന്ന രീതിയിൽ പ്രോബ്ലം സോൾവിങ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മെത്തേഡ് ടു എ സ്യൂട്ടബിൾ ദ സ്റ്റുഡൻറ് ഹാസ് നോട്ട് സീൻ ബിഫോർ. അതായത് കുട്ടികൾ അതുവരെ എൻകൗണ്ടർ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിക്ക് പഠിക്കുന്നതിനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കുട്ടികൾക്ക് അവർക്ക് ഫെമിലിയർ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് അവർക്ക് മുന്നിലെത്തുന്നത് അല്ലെ, അത് അവരുടെ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നതിലൂടെ അവരുടെ ക്രിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റി അതുപോലെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഒക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഇമ്പോർട്ടൻസ് എന്തിനാ, ഇതിന്റെ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ കോണ്ടെക്സ്റ്റ് ഈസ് കീ എന്ന് പറയാറുണ്ട്. ഇവിടെ അതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ. ടീച്ച് സ്കിൽസ് വിത്തിൻ റിയൽ ലൈഫ് സിനോറിയോ സോ സ്റ്റുഡൻസ് സീ വൈ ബിഫോർ ഹൗ. ഓക്കെ, ആൻഡ് ലിങ്ക് എറേഴ്സ് മിസ്കൺസെപ്ഷൻ ആൻഡ് മോഡൽ പേഷ്യൻസ് അല്ലെ. അതായത് കുട്ടികൾ തന്നെ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് അവർക്ക് പേഷ്യൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ എറേഴ്സ് ഒക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി വുഡ്സിന്റെ പ്രോബ്ലം സോൾവിങ് മോഡൽ പറയുന്നുണ്ട്. അതിന് മെയിൻലി 5 സ്റ്റെപ്സുകളാണുള്ളത്. ഡിഫൈൻ, തിങ്ക്, പ്ലാൻ, ക്യാരി ഔട്ട് ആൻഡ് ലുക്ക് ബാക്ക്. നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം തന്നെ, ജസ്റ്റ് ഒന്ന് വേർഡ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, സ്മോൾ ഗ്രൂപ്പ് ഓർ ഹോൾ ക്ലാസ് ഇന്ററാക്റ്റീവ് ലേണിംഗ്. These method transition from individual discovery to shared knowledge through group interaction. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ മെയിൻലി ഇൻഡിവിജ്വൽ ഡിസ്കവറി അതുപോലെ എന്താ ഒരു ഇൻഡിവിജ്വൽ ഡിസ്കവറീസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ഫോർമാറ്റിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ് സെമിനാർ അതുപോലെ എന്താ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ ബയോളജിക്കൽ സയൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ കാണുമ്പോൾ ഒരു പ്രോബ്ലം ആവണ്ടെന്ന് വെച്ചിട്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റീസെന്റ് ട്രെൻഡ്സുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്തൊക്കെ റീസെന്റ് ട്രെൻഡ്സുകളാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺസ്ട്രക്റ്റിവിസ്റ്റിക് ലേണിംഗ്. എന്താ കൺസ്ട്രക്റ്റിവിസ്റ്റിക് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗ് ബൈ ബിൽഡിംഗ് എന്ന് പറയാം.
അതായത് കുട്ടികൾക്ക് ഓൾറെഡി ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുട്ടികൾക്ക് ഓൾറെഡി കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കും. അവളുടെ നമ്മൾ പറയില്ലേ, ആദ്യമുള്ള അവർക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് മുൻതൂക്കം കൊടുത്ത് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തി പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റിക് ലേണിംഗ് എന്ന് പറയാം. നിർമ്മാണ പഠനം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതായത് കുട്ടികളെ സ്വന്തം അനുഭവങ്ങളുടെയും അത് മുൻപേ ഉള്ള അറിവിനെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയ അറിവ് സ്വയം നിർമ്മിച്ച് പഠിക്കുന്ന രീതിയെയാണ് നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റിക് ലേണിംഗ് എന്ന് പറയുന്നത്. അത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. അതായത് കുട്ടികൾ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയാം. കൂടാതെ ക്ലാസ് റൂമിൽ അസസ്മെന്റുകളിലൂടെയൊക്കെ കൺസ്ട്രക്റ്റിവിസ്റ്റിക് ലേണിംഗ് പോസിബിൾ ആകുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നാതീതമായ പഠനം എന്നൊക്കെ പറയാറുണ്ട്. അതായത് റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിന്റെ അടിസ്ഥാനമാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഫോർമാറ്റിൽ കുട്ടികൾ സ്വയം പഠിക്കുന്ന രീതിയെയാണ് നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഒരു ട്യൂട്ടേഴ്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടെ റിയൽ ലൈഫ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊരു സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. സ്റ്റുഡന്റ് മസ്റ്റ് ഐഡന്റിഫൈ വാട്ട് ദേ don't know and find the resources to learn themselves. അതായത് കുട്ടികൾക്ക് എന്തൊക്കെയാണ് അറിയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് അറിയാത്തത് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ലേണിംഗ് റിസോഴ്സുകളൊക്കെ അവർ തന്നെ ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കതൊരു സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണെന്ന് പറയാം. ഇതിലൂടെ മെയിൻലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്കിൽസുകൾ ടീം വർക്ക്, ലീഡർഷിപ്പ് ആൻഡ് എബിലിറ്റി ടു എക്സ്പ്ലെയിൻ കോംപ്ലക്സ് കൺസെപ്റ്റ് ടു അതേഴ്സ്. ഇങ്ങനെയുള്ള സ്കിൽസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നുണ്ട്. തേർഡ് വണ് നമുക്ക് വരുന്നത് ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് ആണ് കേട്ടോ. എന്താ ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന് ഏറ്റവും എളുപ്പമാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ലേണിംഗ് നടത്താം. അതിനെയാണ് ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് അലൈൻ ടീച്ചിങ് മെത്തേഡ് വിത്ത് ഹൗ ദ ബ്രെയിൻ നാച്ചുറലി ഫങ്ഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ആസ് ലോങ് ആസ് ദ ബ്രെയിൻ ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ലേണിംഗ് വിൽ ഒക്കർ. അതായത് നമ്മുടെ ബ്രെയിനിന് എളുപ്പം പഠിക്കാൻ പറ്റുന്ന പഠന പ്രവർത്തനങ്ങളെ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഭയങ്കര പേടിയൊക്കെയാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ആണെങ്കിൽ ആൾക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ പേടിയൊന്നും ഇല്ലാതെ വളരെ കൂൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ലേണിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അവരെ ആക്റ്റീവായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെ. അതാണ് ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫിസിയോളജി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. പാരലൽ പ്രോസസ്സിങ്, അതായത് ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാനും സ്മെല് ചെയ്യാനും തിങ്ക് ചെയ്യാനൊക്കെ ഒരുമിച്ച് കഴിയും അല്ലെ. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് ടേസ്റ്റ്, സ്മെല്ല്, തിങ്ക് എന്നുള്ള പ്രോസസ്സുകളൊക്കെ ബ്രെയിനിന് കഴിയും. അതുപോലെ എന്താ പാറ്റേണിങ് ഉണ്ട് ആൻഡ് മെമ്മറി ടൈപ്പ്. ഓക്കെ, അതൊക്കെയാണ് കോർ പ്രിൻസിപ്പിൾസ് വരുന്നത്. മെമ്മറി ടൈപ്പിൽ നമുക്ക് റോട്ട് മെമ്മറൈസേഷൻ ഉള്ള എബിലിറ്റി ഉണ്ട്, അതുപോലെ നാച്ചുറൽ സ്പേഷ്യൽ മെമ്മറി ഉണ്ട് കേട്ടോ. അതായത് മെമ്മറി ടൈപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റോട്ട് മെമ്മറി ആൻഡ് സ്പേഷ്യൽ മെമ്മറി ഉണ്ട്. അതിൽ നമ്മൾ ഫാക്റ്റുകളൊക്കെ മനസ്സിലാക്കുന്നത് സ്പേഷ്യൽ മെമ്മറിയിലാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫിസിയോളജി നോക്കുകയാണെങ്കിൽ പാരലൽ പ്രോസസ്സിംഗ്, പാറ്റേണിങ് ആൻഡ് മെമ്മറി ടൈപ്പ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻസ് ഫോർ BBL ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇമേഴ്ഷൻ, റിലാക്സ്ഡ് അലേർട്ട്നെസ് ആൻഡ് ആക്റ്റീവ് പ്രോസസ്സസ്. ഫോർത്ത് വണ്ണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് കേട്ടോ. ദിസ് മെത്തേഡ് വ്യൂ നോളജ് ആസ് എ സോഷ്യൽ construct. It assumes that students learn better when they own material through interaction. കുട്ടികൾ കാര്യങ്ങളൊക്കെ എന്താ പറയാ, സ്വന്തം അനുഭവങ്ങളുടെയും അതുപോലെ അവർക്കുള്ള പ്രയർ നോളജിനൊക്കെ ബേസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് ലേൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കൊളാബറേറ്റീവ് ലേണിംഗിൽ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റംപ് യുവർ പാർട്ട്ണർ, തിങ്ക്, പെയർ, ഷെയർ, കാച്ചപ്പ്, ഫിഷ് ബോൾ ഡിബേറ്റ്, കേസ് സ്റ്റഡി, ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്ലാസ് റൂമിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. സ്റ്റംപ് യുവർ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കുട്ടികൾ എന്ത് ചെയ്യും, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യുക, അടുത്ത പേഴ്സണോട് ചോദിച്ചിട്ട് ആ ഒരു ഫോർമാറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് സ്റ്റംപ് യുവർ പാർട്ട്ണർ എന്ന് പറയുന്നത്. പിന്നെ തിങ്ക്, പെയർ, ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എല്ലാവരും എന്ത് ചെയ്യുക,
തനിയെ തിങ്ക് ചെയ്യുക, പിന്നെ അത് പാർട്ട്നേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇവിടെ റൈറ്റ് ആരോ എന്ന് കൊടുത്തത് ജസ്റ്റ് ആരോ ആണ് കേട്ടോ. PPT റൈറ്റ് ആരോ എന്ന് വരുന്നത് ജസ്റ്റ് ആരോ വരുന്നതാണ് കേട്ടോ. അത് ആ സെന്റൻസിന്റെ പാർട്ടല്ല. തിങ്ക് അലോൺ ആരോ, ഡിസ്കസ് വിത്ത് പാർട്ട്ണർ ആരോ, ഷെയർ വിത്ത് ക്ലാസ് എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് തിങ്ക്, പെയർ, ഷെയർ. കാച്ചപ്പ് ഉണ്ട്, ഫിഷ് ബോൾ ഡിബേറ്റ് ഉണ്ട്, കേസ് സ്റ്റഡി. ഈ ഒരു മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കൊളാബറേറ്റീവ് ലേണിംഗ് ക്ലാസ് റൂമിൽ നമുക്ക് നടപ്പിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റീസെന്റ് ട്രെൻഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻലി 4 റീസെന്റ് ട്രെൻഡ്സ് ആണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. കൺസ്ട്രക്റ്റിവിസ്റ്റിക് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്. ഈ 4 റീസെന്റ് ട്രെൻഡ്സിലും ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഫ്രണ്ട്ലി മാനറിലാണ് വരുന്നത് അല്ലെ. In all these recent trends, teacher's role has shifted from a transmitter of fact to a designer of experiences. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ, നമ്മളെ 4th ചാപ്റ്ററിൽ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ